സ്വർണത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിശോധനയിൽ രേഖയുണ്ട്. അത് മൂടി വെച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആദ്യത്തെ പോക്കിൽ തന്നെ അപ്പോൾ സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ മാറ്റിയെന്നാണ് അർത്ഥം. അത് തന്നെ ഞാനും പറഞ്ഞത്. സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട്. സ്വർണ്ണം ഇവിടെ വെച്ച് തന്നെ മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതാണ്. സ്വർണ്ണം എവിടെ പോയി? കുറവ് വന്ന സ്വർണ്ണം എവിടെ പോയി? ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ ആദ്യം ഗുരുതരമായ, അതാണ് എൻ്റെ പോയിന്റ്, അതാണ് താങ്കളുടെ ചോദ്യമാണ് എൻ്റെ പോയിന്റ്. ആദ്യം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു അല്ലേ? ഈ പോക്കിൽ സ്വർണത്തിൽ കുറവ് വരുത്തി, അതിൻ്റെ ഫൈൻഡിങ് ഉണ്ട്. അത് മൂടി വെച്ച് ആരും അറിയിക്കാതെ മൂടി വെച്ചു ഇല്ലേ? ഇപ്പം ഈ കോടതി ഇടപെട്ടില്ലെങ്കിൽ നമ്മളാരും അറിയില്ല. എന്നിട്ട് അയാളെ തന്നെ വീണ്ടും ക്ഷണിച്ച് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക്, ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഷെയർ കിട്ടിയിട്ടുണ്ട്. അവർ കൂടിയുള്ള കൂട്ടുകച്ചവടമായിരുന്നു. കൂട്ടുകച്ചവടം അല്ലേ? അല്ലേ? ഇല്ല, എന്തിനാ മൂടി വെച്ചത്? രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനാ മൂടി വെച്ചത്? എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇതേ കളവ് നടത്തിയ, ഇതേ കുറവ് വരുത്തിയ അതേ ആളുകൾ എന്തിനു ക്ഷണിച്ചു വരുത്തി? ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി വേണം. CBI അന്വേഷണം വേണം. കാരണം ഇത് ഇൻ്റർസ്റ്റേറ്റ് ആണ്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൂടി ഇത് പോയിട്ടുണ്ടല്ലോ. ഇൻ്റർസ്റ്റേറ്റ് ആണ്. ചെന്നൈയിലല്ലേ ഇത് നടന്നിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ മാത്രമില്ല. അതാണല്ലോ എൻ്റെ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം. അയാൾ കുറ്റക്കാരനാണ്, അയാൾ മാത്രമാണ് കുറ്റക്കാരനാണ് എങ്കിൽ അയാൾ ആദ്യം കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചതാണ് അല്ലേ? എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, കണ്ടുപിടിച്ചാണല്ലോ കുറവ്, സ്വർണത്തിൽ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ അയാൾ മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ അയാളെ അന്നേ തന്നെ അയാൾക്കെതിരായിട്ട് കേസെടുത്താൽ പോരെ? അയാൾക്കെതിരായിട്ട് ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെട്ടിട്ട് കേസെടുത്താൽ പോരെ? ക്രിമിനൽ പ്രൊസീഡിങ്സ് അയാൾക്കെതിരെ തുടങ്ങണ്ടേ? അത് ചെയ്തില്ല. അപ്പോൾ അന്നും അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഇപ്പം ഇവർ പറയുന്നത് അയാൾ കുഴപ്പക്കാരാണ്. അയാളെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? ഇവർക്കും അതിൽ പങ്കുണ്ട്, കൂട്ടുവെച്ചോടമാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും അയാളെ ക്ഷണിച്ചത്. ഇപ്പം അയാളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇപ്പം പറയുന്നുണ്ട് വാറണ്ടി റദ്ദാക്കും, 18 ലക്ഷം രൂപയുടെ നഷ്ടം വരും, വാറണ്ടി റദ്ദാക്കിയാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വാറണ്ടി റദ്ദാക്കിയായിരുന്നല്ലോ. ഈ കുറ്റം തെളിഞ്ഞ സമയത്ത് വാറണ്ടി എന്തുകൊണ്ട് റദ്ദാക്കിയില്ല? അപ്പോൾ കൂട്ടുകച്ചവടമാണ്, ഇനിയും കച്ചവടം നടത്താമെന്ന് വിചാരിച്ചു. ഇത് മൂടി വെച്ചിട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് സാധനം പോയേനെ അവിടെ നിന്ന്. ഞാൻ സർക്കാർ ആകെ നന്ദി ദേവസ്വം ബോർഡിനും പറയാനുള്ളത്, അയ്യപ്പ വിഗ്രഹം അടിച്ചു മാറ്റിയില്ല എന്നുള്ള. കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ അതുകൂടി ഇവർ ചെയ്തേനെ. അല്ല, സർക്കാർ ഉത്തരവാദിയാണ്. സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇരു സർക്കാരിലെയും, കഴിഞ്ഞ സർക്കാരിലെ ഒന്നാം പിണറായി സർക്കാരിലെയും ഈ സർക്കാരിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരവാദികളാണ്. അതാണ് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടുന്നില്ലല്ലോ, സംസാരിച്ചിട്ടില്ലല്ലോ, ഇതിനെക്കുറിച്ച് ഒരു കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യപ്പ ഭക്തി ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളല്ലേ പിണറായി വിജയൻ. ഇപ്പോൾ ആ കപടഭക്തി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നില്ലല്ലോ, അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട്. എന്ന് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഇപ്പം എന്തുകൊണ്ട് 98 വന്നത്? അദ്ദേഹം ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എടുത്തോട്ടെ, കേസ് എടുത്തോട്ടെ. ആരെങ്കിലും പരാതി പറഞ്ഞാൽ അല്ലല്ല, ആരെങ്കിലും ഞങ്ങൾ ആരെങ്കിലും പരാതി പറഞ്ഞാൽ അന്ന് കേസെടുക്കാൻ പാടില്ലെന്ന് പറയാം. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് അന്വേഷണം നടത്തണം. ഇപ്പോൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ആ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ പഴയകാരി ഇവർ 9 കൊല്ലമായല്ലേ ഇരിക്കുന്നു. ഇവർക്ക് പഴയകാര്യം അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് അന്വേഷിക്കായിരുന്നു? ഞങ്ങളുടെ കുറ്റമാണോ? പഴയ കാലത്ത് കുഴപ്പമുണ്ടെങ്കിൽ അന്വേഷിക്കാതിരിക്കുന്നത് ഞങ്ങളുമല്ലാണ്. അന്വേഷിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളാരും പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ അങ്ങനെ പറയില്ലേ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും കുഴപ്പം നടന്ന് അന്വേഷിക്കണമെങ്കിൽ ഞങ്ങൾ എതിര് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളാരും എതിര് പറഞ്ഞിട്ടില്ലല്ലോ. അന്വേഷണം ഏർപ്പെടുത്തി അന്വേഷണം നടത്തട്ടെ എന്ന് ഞങ്ങൾ പറയുള്ളൂ. അന്നും ഇന്നും ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ, ഇത് അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയാണ് കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ പ്രയാസങ്ങളുണ്ടായിക്കൊണ്ട് എന്തുമാത്രം മനുഷ്യരെ ശബരിമലയിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഈ സ്പോൺസർമാർ എന്ന പേരിൽ ഇവരെല്ലാം
വലിയ തുക ഈ പാവപ്പെട്ട വലിയ ഭക്തന്മാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ആ കള്ള തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി സെപ്റ്റംബർ 29 ഹൈക്കോടതിയുടെ വേറെ വിധിയുണ്ടല്ലോ, നാളികേര കോൺട്രാക്റ്റും പുഷ്പം കോൺട്രാക്റ്റും റദ്ദ് ചെയ്തുകൊണ്ടുള്ളൊരു വിധി ദേവസ്വം ബോർഡിൻ്റെ. അതിൻ്റെ അവസാന പാരഗ്രാഫ് എടുത്തൊന്ന് വായിച്ചു നോക്ക്, അപ്പോൾ കൃത്യം മനസ്സിലാവും. അവസാനത്തെ പാരഗ്രാഫ്, അതായത് സുതാര്യമല്ലാതെയാണ് കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റ് അനുവദിച്ചത് സുതാര്യമല്ലാതെ. അപ്പം കള്ള കച്ചവടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.